ദൈവമാത്തപ്പെട്ടെ ഞാൻ സുനിൽ വർഗീസ്. നമ്മുടെ ക്വിസ് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ കാണുന്ന കുറച്ച് കംപ്ലയിൻസ് ആണ്. അച്ഛാ ഐ റോട്ട് ദ ആൻസർ ഫസ്റ്റ്, എൻ്റെ ആൻസർ മുകളിലുണ്ട്, എൻ്റെ ആൻസർ കണ്ടില്ല, ഞാനാണ് അച്ഛൻ ആദ്യം അച്ഛ ആൻസർ ഞാനാണ് ആദ്യം എഴുതിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത്, നമുക്ക് ഒരു പരിധി വരെ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മുൻകൂർ ജാമ്യം എടുത്തോട്ടെ, ഞാനൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല. ടെക്നിക്കലി ഇതിനെക്കുറിച്ച് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്ന കുറച്ച് പോയിന്റ്സും കുറേ നാളായിട്ട് നമ്മുടെ ക്വിസിൽ പങ്കെടുത്ത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കണ്ടന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ദിവസത്തെ നമ്മുടെ ക്വിസിനകത്ത് നിന്നുള്ള ലൈവ് എക്സാമ്പിൾസിനെ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനായിട്ട് അലൈൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ ക്വിസിനകത്ത് നടന്ന കുറച്ച് ഇവൻറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, ചിത്രമെടുത്ത് തമ്പുരാൻ ആര് എന്നുള്ളത്. അതിൻ്റെ ആൻസർ രാജാ രവിവർമ്മ എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ നോക്കുകയാണെന്നുള്ളത് അറിയാം, ഞാനാണ് അത് ആദ്യം ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്ന് എനിക്ക് പ്രൈസ് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് എനിക്ക് പ്രൈസ് കിട്ടാത്തത് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ക്വിസിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ വീഡിയോ എപ്പോഴും ലൈവായിട്ടാണ് കാണുന്നത് എന്ന് എൻഷുർ ചെയ്യുക. നമ്മുടെ സ്ക്രീനിൽ നമ്മൾ പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, ചില സമയത്ത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് -36 എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളറിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ റെഡ് ലൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അറ്റം വരെ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ സ്ട്രീം ചെയ്യുന്ന ആ വീഡിയോ അതേ ലൈവായിട്ടല്ല കാണുന്നത്, നമ്മൾ കുറച്ച് പുറകോട്ടാണ്. അതുകൊണ്ടാണ് -36 എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ മറ്റുള്ളവർ കറക്റ്റായിട്ട് കാണുകയും അവർ ആദ്യം ക്വസ്റ്റ്യൻ കേട്ട് ആദ്യം ഉത്തരം എഴുതുകയും ചെയ്യും. നമ്മൾ പുറകെ ഉത്തരം എഴുതുമ്പോൾ നമ്മളുടെ ഉത്തരം പതുക്കെയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രൈസ് കിട്ടാതെ പോകും. ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്ട്രീമിംഗ് എപ്പോഴും ലൈവ് ആണെന്ന് അനുസരിക്കുക. ഇവിടെ ഒരു ലൈവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളർ സർക്കിൾ വരും. അതിൻ്റെ അർത്ഥം നമ്മൾ ലൈവ് ആയതാണ്. ഈ റെഡ് ലൈൻ നമ്മുടെ സ്ക്രീനിൻ്റെ അറ്റം വരെ വരികയും ചെയ്യും. ചില സമയം നമ്മളിങ്ങനെ ചെയ്താലും വരത്തില്ല. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ഇവിടെ ലൈവ് ആയിരുന്നു, പക്ഷേ എൻ്റെ ഈ സ്ക്രീനിൻ്റെ അറ്റം വരെ ഈ റെഡ് കളർ വന്നിട്ടില്ല. വലുതാക്കി നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ലൈവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവിലേക്ക് വരും. ഇതാ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ റെഡ് കളർ സ്ക്രീനിൻ്റെ എൻഡ് വരെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ അറ്റം വരെ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ കറക്റ്റായിട്ട് ലൈവായിട്ടാണ് കാണുന്നത്. നോക്കുക, ഇവിടെ ലൈവ് വന്നിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, നമ്മളുടെ ചാറ്റ് എങ്ങനെയാണ് ലൈവ് ആക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മളൊരു ചാറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം. നമ്മളിപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ആൻസർ ടൈപ്പ് ചെയ്യുന്നു, ഇവിടെ സെൻഡ് അമർത്തുന്നു. അപ്പോൾ നമ്മളുടെ സ്ക്രീനിലേക്ക് ആ ആൻസർ ആദ്യം വരും. എന്നിട്ട് ഈ ആൻസർ യൂട്യൂബിൻ്റെ സെർവറിലേക്ക് പോവുകയും ആ സെർവർ കിട്ടുന്ന ഓർഡറിൽ ഈ ആൻസറിനെ അലൈൻ ചെയ്തിട്ട് മറ്റുള്ളവർക്കായിട്ട് സ്ട്രീം ചെയ്യുകയും ചെയ്യും. അതാണ് യൂട്യൂബ് സെർവറാണ് ഈ പ്രക്ഷേപണം നടത്തുന്നത്. കിട്ടുന്ന ആൻസറിനെ ഓർഡറിലാക്കുന്നത് യൂട്യൂബ് സെർവറിൻ്റെ ജോലിയാണ്. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ജോലിയാണ്. നമ്മുടെ ചാറ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ റേഡിയോ ടൈപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ വരും, ടോപ്പ് ചാറ്റ്, ലൈവ് ചാറ്റ്. അതിൽ ലൈവ് ചാറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് സെർവറിൽ നിന്ന് മറ്റുള്ളവർക്കായി സംപ്രേഷണം ചെയ്യുന്ന ഓർഡറിലേക്ക് അലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മളുടെ രാജാ രവിവർമ്മ എന്ന് പറഞ്ഞ ആൻസർ എന്താ സംഭവിച്ചെന്നുള്ളത് നോക്കാം. എൻ്റെ സ്ക്രീൻ പ്രകാരം ഞാനായിരുന്നു ആദ്യം എഴുതിയത്, പക്ഷേ ഞാൻ ചാറ്റിൽ പോയിട്ട് അതിനെ ലൈവ് ആക്കിയ സമയത്ത് നോക്കുക, 1 2 3 4 5 പേര് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ജോഷിൻ തോമസ് ഓബിയാണ് രവിവർമ്മ എന്നുള്ള ആൻസർ ആദ്യം എഴുതിയത്. ജോഷിനാണ് അന്നത്തെ സമ്മാനം കിട്ടുകയും ചെയ്തത്. രണ്ടാമതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചെന്നുള്ള ചോദ്യമായിരുന്നു. ഞാൻ പെട്ടെന്നൊരു ആൻസർ എഴുതി, കഴക്കൂട്ടം എന്നുള്ളത്. എൻ്റെ ആൻസറിൻ്റെ മുകളിൽ വഴിപാടെന്ന് പറഞ്ഞ പഴയ ആൻസറാണുള്ളത്. ആക്ച്വലി ഞാനാണ് ആദ്യം എൻ്റെ സ്ക്രീൻ പ്രകാരം ആൻസർ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ചാറ്റിനെ ഇവിടെ പോയിട്ട് ലൈവ് ആക്കിയപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റിന് മുകളിൽ വേറെ 2 ആൻസർ ഉണ്ടായിരുന്നു. ആക്ച്വലി ആനിമാമയാണ് മുകൾ എന്നുള്ള ആൻസർ ആദ്യമായിട്ട് എഴുതിയത്. ആനിമാമയ്ക്കാണ് അതിൻ്റെ പ്രൈസ് കിട്ടുകയും ചെയ്തത്. ആ പ്രൈസ് കിട്ടുന്ന ഒരു ഇവൻറ്റ് കാണിക്കണമെന്ന് ഞാൻ കുറേ വിചാരിച്ചു, പക്ഷേ കോമ്പറ്റീഷനൊക്കെ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ഇവൻറ്റിൻ്റെ കറക്റ്റ് എക്സാമ്പിൾ എനിക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാനൊരു റഫ് ആൻസർ 1 2 3 4 5 എന്നുള്ള ഒരു ആൻസർ ടൈപ്പ് ചെയ്ത് എൻ്റെ കമൻറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അപ്പോഗ്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചോദ്യത്തിൻ്റെ സമയം അച്ഛൻ ചോദ്യം ചോദിച്ച് പകുതി ആയപ്പോൾ തന്നെ ഞാൻ ആൻസർ അയച്ചു. അതായത് എൻ്റെ ആൻസർ മുമ്പേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അവിടെ ചെറിയ വർഗീസങ്ങളുടെ കമൻറ്റിന് ശേഷമാണ് എൻ്റെ സ്ക്രീനിൽ എൻ്റെ കമൻറ്റ് വന്നത്. ഞാൻ ലൈവിൽ പോയിട്ട് ഈ ചാറ്റിനെ ലൈവ് ആക്കിയപ്പോഴും അടുത്ത സ്ക്രീൻ നോക്കുക, എൻ്റെ ആൻസർ തന്നെയാണ് മുകളിലിരിക്കുന്നത്. അതായത് ഞാൻ എത്രയും പെട്ടെന്ന് ആൻസർ അയച്ചു, അതുകൊണ്ട് എൻ്റെ ആൻസർ തന്നെയാണ് ലൈവ് ആക്കിയപ്പോഴും മുകളിൽ വന്നത്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളുടെ ക്വിസ് തീരാറാവുന്ന സമയത്ത് നമ്പർ ഓഫ് കമൻറ്റ്സ് വളരെ കുറവായിരിക്കും. റെഗുലർ ക്വിസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പങ്കെടുക്കുന്ന 150 പേര് ഒരേ സമയത്ത് കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്പർ ഓഫ് കമൻറ്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് മുമ്പിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അവസാനമാകുമ്പോൾ നമ്മളെല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുന്ന സമയത്ത് ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്. നോക്കുക, കുഞ്ഞുമാമയ്ക്ക് ശേഷമാണ് എൻ്റെ സ്ക്രീനിൽ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ കമൻറ്റ് കിടക്കുന്നത്. ഞാൻ എൻ്റെ ചാറ്റിനെ ലൈവ് ആക്കിയപ്പോഴും ആ സെയിം പൊസിഷനിൽ തന്നെ ഉണ്ട്. കാരണം അധികം നമ്പർ ഓഫ് കമൻറ്റ്സ് വരുന്നില്ല. സോ നമ്മൾ കുറച്ച് പതുക്കെ അയച്ചാൽ ആ സമയത്ത് അലൈനായി വരും.
നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. നമുക്ക് നമ്മളുടെ വിന്നിങ് ചാൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എൻഷുർ യു ആർ ഹാവിങ് ഗുഡ് ഇന്റർനെറ്റ് കണക്ഷൻ. നമുക്കൊരു നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ള എൻഷുർ ചെയ്യുക. ഇത് കാരണം നമുക്ക് എപ്പോഴും നമ്മളുടെ വീഡിയോ പെട്ടെന്ന് കാണാൻ, ലൈവായിട്ട് കാണാനും നമ്മുടെ ആൻസർ പെട്ടെന്ന് സംപ്രേഷണം ചെയ്യപ്പെടാനും സഹായിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീഡിയോ ലൈവായിട്ടാണ് കാണുന്നത് എന്ന് എൻഷുർ ചെയ്യുക. നമ്മൾ വീഡിയോ ലൈവായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ലൈവായിട്ട് ആൻസർ കേട്ട് പെട്ടെന്ന് ആൻസർ അയക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ കേട്ട് അടുത്ത ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ വീഡിയോ ലൈവ് ആകും. മൂന്നാമത് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ആൻസേഴ്സിന് അബ്രിവേഷൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് ടെക്സ്റ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആലപ്പുഴ എന്ന് എഴുതുന്നതിന് പകരം ALEPY, അച്ഛൻ ആലപ്പി എന്ന് തന്നെയാണ് വായിക്കുന്നത്. ഇപ്പോൾ മെർക്കറി എന്നുള്ളതിന് HG22 എന്ന് നീട്ടി എഴുതുന്നതിന് പകരം 22 എന്ന് അടിച്ച് 2 പ്രസ്സോട് കൂടി തന്നെ നമ്മളുടെ ആൻസർ എത്രയും പെട്ടെന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ എത്രയും പെട്ടെന്ന് യൂട്യൂബിലേക്ക് പോകാനും അത് അലൈൻ ചെയ്ത് മറ്റുള്ളവർക്ക് കാണാനും മുമ്പിലേക്ക് വരാനും നമ്മളുടെ വിന്നിങ് ചാൻസ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ക്വിസിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ എൻഷുർ ചെയ്താൽ നമുക്ക് വിന്നിങ്ങിനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്തിട്ട് സന്തോഷകരമായിട്ട് നമുക്ക് നമ്മുടെ ക്വിസ് ജേർണി മുന്നോട്ട് തുടരാം. എല്ലാവർക്കും പ്രൈസ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിൽ ശരണം.